നീ എങ്ങോട്ടാ? എവിടേക്കോ പോകാനായി അതിരാവിലെ തന്നെ ഒരുങ്ങിയിറങ്ങിയ ശ്രീദേവിനെ കണ്ട് ശിവശങ്കർ സംശയത്തോടെ ചോദിച്ചു. ഒരിടം വരെ പോകാനുണ്ട്, അവൻ താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞു. അതാ ചോദിച്ചത് എങ്ങോട്ടാണെന്ന്. എന്തായാലും ബിസിനസ് ആവശ്യത്തിനല്ലെന്ന് അറിയാം. ശിവശങ്കർ അവനെ ചൂഴ്ന്നു നോക്കിക്കൊണ്ട് ചോദിച്ചു. എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ അടുത്തേക്ക് തന്നെയാ പോകുന്നത്, ദത്തൻ ദേവിന്റെ വീട്ടിലേക്ക്. എന്താ, കൂടെ പോരാൻ ധൈര്യമുണ്ടോ അവിടേക്ക്? ശ്രീദേവ് ഒരു പുച്ഛത്തോടെ അയാളോട് ചോദിച്ചു. ഉണ്ടാവില്ല, അവിടേക്ക് പോയാൽ തിരികെ വരുമ്പോൾ തല കാണില്ല. ദേവാ, അയാൾ അവന് നേരെ ചീറി. അലറണ്ട, ഞാൻ എന്താ പറഞ്ഞത് സത്യമല്ലേ? അവന്റെ മുന്നിൽ ഒറ്റയ്ക്ക് പോയി നിൽക്കാനുള്ള ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ഇല്ലെന്നെനിക്ക് നന്നായി അറിയാം. അത് എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെയാ ഞാൻ അങ്ങോട്ട് പോകുന്നതും. അവന്റെ നഷ്ടങ്ങൾക്ക് ഒന്നും കാരണം നിങ്ങളാകരുതേ എന്ന് ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു. അത് അങ്ങനെയല്ല എങ്കിൽ പിന്നെ എനിക്ക് ഇങ്ങനെയൊരു അച്ഛനില്ലെന്ന് ഞാൻ കരുതും. നിങ്ങളുടെ നാശം കാണാൻ അവനോടൊപ്പം ഞാനും ഉണ്ടാകും. ഓർമ്മയിൽ വെച്ചോ. അത്രയും പറഞ്ഞ് അയാളെ ഒന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് അവൻ പുറത്തേക്കിറങ്ങി. അവന്റെ വാക്കുകൾ അയാളിൽ നേരിയ തോതിൽ ഭയമുളവാക്കി. അവൻ പോയെന്ന് ഉറപ്പുവരുത്തി ശിവശങ്കർ ഫോൺ എടുത്ത് മഹാദേവനെ വിളിച്ച് അവൻ പറഞ്ഞിട്ട് പോയതെല്ലാം പറഞ്ഞു. മഹി, അവൻ അവിടേക്ക് പോയാൽ സത്യങ്ങളെല്ലാം തിരിച്ചറിയും. അങ്ങനെ സംഭവിച്ചാൽ എല്ലാം നമ്മുടെ കൈവിട്ടു പോകും. പിന്നെ ഞാൻ അവന്റെ അച്ഛനാണെന്ന് അവൻ മറക്കും. കാരണം അവന് മറ്റെന്തിനേക്കാളും പ്രിയപ്പെട്ടത് കണ്ണനാണ്. അവൻ നമുക്ക് നേരെ തിരിയും. സാവിത്രിയും പാർവതിയും നിവിമോളും ഒക്കെ എല്ലാം അറിയും. ധനിമോള് ഇപ്പോൾ തന്നെ എല്ലാം അറിഞ്ഞിട്ടുണ്ടാകും. ആരും നമ്മളോട് പോർക്കില്ല മഹി. ശിവ, നീ പേടിക്കാതിരിക്കെ. ദേവൻ അവിടെ എത്താതെ ഞാൻ നോക്കിക്കോളാം. അവൻ അവിടെ എത്തിയാലല്ലേ സത്യങ്ങൾ തിരിച്ചറിയൂ. ക്രൂരമായ ചിരിയോടെ മഹി പറഞ്ഞു. മഹി, നീ എന്തു ചെയ്യാൻ പോവുക? അവനെ അപകടപ്പെടുത്താനാണോ നീ? ശിവശങ്കർ ഒരുതരം ഭയത്തോടെ മഹാദേവനോട് ചോദിച്ചു. അതെ, അത് തന്നെയാ ഞാൻ ചെയ്യാൻ പോകുന്നത്. അത് പോരെ നിനക്ക്? അത്രയും പറഞ്ഞ് മറുപുറത്ത് കോൾ കട്ടായി. മഹി, ഹലോ മഹി. ഛേ! ശിവശങ്കർ ദേഷ്യത്തോടെ ഫോൺ ബെഡിലേക്ക് വലിച്ചെറിഞ്ഞു. പക്ഷേ ശിവശങ്കർ അപ്പോൾ കണ്ടിരുന്നില്ല ഒരു ചുവരിനപ്പുറം അവരുടെ സംസാരമെല്ലാം കേട്ട് തറഞ്ഞു നിൽക്കുന്ന സാവിത്രിയെ. ഈശ്വരാ, എൻ്റെ കുഞ്ഞ്! അവർ നെഞ്ചത്ത് കൈവച്ച് വിളിച്ചുപോയി. പിന്നെ ഒന്നും ആലോചിക്കാതെ അവർ വേഗം പോയി അവരുടെ ഫോണെടുത്ത് ശ്രീദേവിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. പക്ഷേ അവർ പലതവണ വിളിച്ചെങ്കിലും ശ്രീദേവിനെ കിട്ടുന്നുണ്ടായിരുന്നില്ല. അവർ വെപ്രാളത്തോടെ പിന്നെയും അവനെ വിളിച്ചുകൊണ്ടിരുന്നു. മഹാദേവ, എൻ്റെ കുഞ്ഞിനെ കാത്തോണേ, അവർ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. ഇതേ സമയം ദത്തൻ അരികിലേക്ക് വേഗം എത്താനും അവനെ ഒന്ന് കാണാനുമുള്ള അതിയായ മോഹം കൊണ്ട് കാറിന്റെ വേഗത കൂട്ടി മുന്നോട്ടു പോവുകയാണ് ശ്രീദേവ്. ഇന്ന് എന്ത് വന്നാലും ദത്തന്റെ കാല് പിടിച്ചിട്ടാണെങ്കിലും അവന് തന്നോടുള്ള പിണക്കം മാറ്റുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ശ്രീദേവ് കാർ മുന്നോട്ട് പറപ്പിച്ചു. ദത്തന്റെ ഓർമ്മയിൽ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് നേരെ നോക്കിയ ശ്രീദേവ് കാണുന്നത് തന്റെ കാറിന് നേരെ പാഞ്ഞു വരുന്ന ഒരു ലോറിയാണ്. അവൻ പകച്ചുകൊണ്ട് മുന്നിലേക്ക് നോക്കി. അവന് മറുത്തൊന്ന് ചിന്തിക്കാനോ എന്തെങ്കിലും ചെയ്യാനോ കഴിയുന്നതിന് മുന്നേ തന്നെ ആ ലോറി അവന്റെ കാറിലേക്ക് ഇടിച്ചു കയറിയിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ശ്രീദേവിന്റെ കാർ റോഡിൽ തന്നെ ഒന്ന് വട്ടം കറങ്ങി തലകീഴായി മറിഞ്ഞു. ശ്രീദേവിന് എല്ല് നുറുങ്ങും പോലെ ശരീരമാകെ വേദന അനുഭവപ്പെട്ടു. അവന്റെ തലയിൽ നിന്ന് ചോര മുഖത്തേക്ക് ഒഴുകിയിറങ്ങി. അസഹ്യമായ വേദനയിൽ കണ്ണുകൾ അടയുമ്പോഴും അവന്റെ കണ്ണുകളിൽ തെളിഞ്ഞു വന്നത് ദത്തന്റെ മുഖമായിരുന്നു. രാവിലെ ആദ്യം ഉണർന്നത് ധന്യയാണ്. അവൾ കണ്ണുകൾ പതിയെ ചിമ്മി തുറന്നതും ആദ്യം കാണുന്നത് ബെഡിനറ്റത്തായി ചരിഞ്ഞു കിടന്നുറങ്ങുന്ന ദത്തനെയാണ്. നിഷ്കളങ്കമായി ഉറങ്ങുന്ന അവന്റെ മുഖത്തേക്ക് തന്നെ അവൾ കുറച്ചു സമയം നോക്കിക്കിടന്നു. കിടക്കുന്നത് കണ്ടില്ലേ? ഉറങ്ങുമ്പോൾ എന്തൊരു പാവം, ഉണർന്നു കഴിഞ്ഞാൽ തനി രാവണനും. അവനെ നോക്കി പിറുപിറുത്തുകൊണ്ട് അവൾ പതിയെ എണീറ്റിരുന്നു. അഴിഞ്ഞുകിടന്ന മുടി കെട്ടിവെച്ചുകൊണ്ട് നേരെ നോക്കിയ അവൾ ഞെട്ടി. അയ്യോ! അവൾ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു. അവളുടെ നിലവിളി കേട്ട് അപ്പോഴേക്കും ദത്തനും ഞെട്ടി ഉണർന്നിരുന്നു. എന്താ എന്താ എന്തു പറ്റി? ദത്തൻ ബെഡിൽ നിന്ന് ചാടി ഇറങ്ങി അവൾക്കരിയിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. അവൻ എത്ര ചോദിച്ചിട്ടും ഒന്നും മിണ്ടാതെ മുന്നിലേക്ക് തന്നെ നോക്കി കണ്ണും തള്ളി നിൽക്കുവാണ് ധന്യ. അവന്റെ ചോദ്യം കേൾക്കാതെയുള്ള അവളുടെ നിൽപ്പ് കണ്ട് അവൻ അവളെ നോക്കുന്നിടത്തേക്ക് നോക്കി. അവൻ നോക്കിയിട്ട് അവിടെ പ്രത്യേകിച്ച് ഒരു പ്രശ്നവും തോന്നിയില്ല. പിന്നെ സഹി കേട്ട് അവൻ അവളെ ബലമായി അവന് നേരെ തിരിച്ചു നിർത്തി. എന്താടി, എന്തിനാ നീ നിലവിളിച്ചേ? ഒന്ന് പറഞ്ഞു തുലയ്ക്ക്. അവൻ കലിപ്പ് മോഡ് ഓണാക്കി. അത് സമയം 8 മണി കഴിഞ്ഞു. ഞാൻ എണീക്കാൻ ലേറ്റായി. അവൾ മുന്നിലെ ക്ലോക്ക് ചൂണ്ടിക്കാട്ടി അവനോട് പറഞ്ഞു. ഇതിനാണോ നീ നിലവിളിച്ചേ? ദത്തൻ അവളെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് ചോദിച്ചു. അത് പിന്നെ മമ്മിയൊക്കെ എന്ത് കരുതും? ഞാൻ സാധാരണ 6 മണിക്ക് മുന്നേ എണീക്കുന്നതാ. ഇന്ന് ഇത്രയും സമയം? അവൾ നിന്ന് താളം ചവിട്ടിക്കൊണ്ട് പറഞ്ഞു. ഒന്നങ്ങ് തന്നാലുണ്ടല്ലോ. ദത്തൻ അവൾക്ക് നേരെ കൈ ഓങ്ങിക്കൊണ്ട് പറഞ്ഞതും ധന്യ 2 കൈകൊണ്ട് മുഖം പൊത്തിപ്പിടിച്ചു. നീ ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതാ. ഇന്നലെ മമ്മിയെ ബ്രെയിൻ വാഷ് ചെയ്ത് എൻ്റെ റൂമിൽ കയറിപ്പറ്റി.
ഇന്ന് എൻ്റെ ഉറക്കം കളയാനായിട്ട് മനഃപൂർവ്വം നിന്ന് ഒച്ച ഉണ്ടാക്കിയതാ. ഇതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് നീ കരുതണ്ട. ഇറങ്ങടി പുല്ലേ എൻ്റെ റൂമിൽ നിന്ന്. അതും പറഞ്ഞ് അവൻ അവളെ കയ്യിൽ പിടിച്ചു പുറത്തു കൊണ്ടിട്ട് ഡോർ അടച്ചു. ഷോ, ഈ കാലൻ എന്നെ പിന്നെയും പുറത്താക്കിയല്ലോ എൻ്റെ കണ്ണ. അല്ല, എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു അവിടെ കിടന്ന് നിലവിളിക്കാൻ? ഒന്നുമില്ലെങ്കിലും അതാ രാവണൻ്റെ മുറിയാണെന്നെങ്കിലും ഞാൻ ഓർക്കേണ്ടതായിരുന്നു. കുന്തം, ഇന്നലെ ഒന്ന് കയറി പറ്റിയതേ ഉള്ളൂ, അപ്പോഴേക്കും പുറത്താക്കിയല്ലോ. ഇനി ഇതിനകത്ത് കയറണമെങ്കിൽ വേറെ എന്തെങ്കിലും വഴി നോക്കണമല്ലോ കണ്ണ. ആ, വഴിയുണ്ട്. അതിനല്ലേ മമ്മി. ഈ രാവണനെ പൂട്ടണമെങ്കിൽ മമ്മി തന്നെ വേണം. ധന്യ അവിടെ നിന്ന് ഓരോന്ന് പറഞ്ഞ് കണക്ക് കൂട്ടി നിൽക്കുമ്പോഴാണ് അതുവഴി എമി വരുന്നത്. ഇവൾക്ക് ഇതെന്ത് പറ്റി? തനിയൊക്കെ നിന്ന് സംസാരിക്കുന്നല്ലോ. ഏട്ടൻ ഇനി എന്തെങ്കിലും എടുത്ത് തലക്കടിച്ച് കാണുമോ? ഏയ്, അങ്ങനെയൊന്നും ആവില്ല. അല്ല, ഇവളെന്തുവാ പുറത്തുനിന്ന് ഈ കണക്ക് കൂട്ടുന്നത്? എമി ഓരോന്ന് ആലോചിച്ച് ധന്യയ്ക്ക് അടുത്തെത്തി. ധനു. എമി ധന്യയ്ക്ക് അരികിൽ ചെന്ന് അവളെ വിളിച്ചു. എവിടെ? ആര് കേൾക്കാൻ? അവൾ പിന്നെയും നിന്ന് എന്തൊക്കെയോ കണക്ക് കൂട്ടുന്ന തിരക്കിലാണ്. എമി വിളിച്ചിട്ടും തിരിഞ്ഞു നോക്കാതെ ഓരോന്ന് പറഞ്ഞു നിൽക്കുന്ന ധന്യയെ കണ്ട് അവൾക്ക് കലി കയറി. പിന്നെ ഒന്നും നോക്കിയില്ല. എടി ഏട്ടത്തി എന്നും വിളിച്ച് ഒറ്റ തള്ളായിരുന്നു ധന്യയെ. അമ്മേ എന്ന് വിളിച്ച് ധന്യ നേരെ പോയി ഡോറിൽ ഇടിച്ചു നിന്നു. എന്താ ഇപ്പം ഉണ്ടായേ എന്നും പറഞ്ഞ് ധന്യ നേരെ നോക്കുന്നതിന് മുന്നേ ഡോർ തുറന്ന് ദത്തനും പുറത്തേക്ക് വന്നിരുന്നു. എന്താടി നിനക്ക് വേണ്ടത്? നിന്നോടല്ലേ പറഞ്ഞത് റൂമിൽ പോയി കയറി പോകരുതെന്ന്. പിന്നെ എന്തിനാ വീണ്ടും കിടന്ന് ഡോറിൽ മുട്ടുന്നേ? ഇനി നിന്നെ ഈ പരിസരത്തെങ്ങാനും കണ്ടാൽ കാല് ഞാൻ തല്ലി ഓടിക്കും, പറഞ്ഞേക്കാം. അതും പറഞ്ഞ് ധന്യയെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് അവൻ താഴേക്ക് പോയി. പോകുന്ന പോക്കിൽ എമിയെ നോക്കി ഒന്ന് ദഹിപ്പിക്കാനും മറന്നില്ല. അവൻ്റെ നോട്ടം കണ്ടപ്പോഴേ എമി നല്ല കൊച്ചായി അവനെ നല്ലോണം ഒന്ന് ഇളിച്ചു കാണിച്ചു. ഇപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ് വശം ഏകദേശം എമിക്ക് മനസ്സിലായി. അവൾ അതും ആലോചിച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു തന്നെ നോക്കി കണ്ണുരുട്ടുന്ന ധന്യയെ. അവളുടെ നോട്ടം കണ്ടതും എമി നല്ലോണം ഒന്ന് ഇളിച്ചു. സോറി, അവൾ അതേ ഇളിയോടെ പറഞ്ഞു. കൊണ്ടുപോയി ഉപ്പിലിട്ട് വെക്കടി. ഒരു മയത്തിൽ റൂമിൽ കയറിപ്പറ്റാമെന്ന് കരുതിയിരുന്നതാ. ശവം, അത് നശിപ്പിച്ചു. എന്നിട്ട് അവളുടെ ഒരു കോറി. അല്ലടി ഏട്ടത്തി, എന്താ പ്രശ്നം? നീ എന്തിനാ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പെറുപെറുക്കുന്നത്? ഏട്ടൻ നിന്നെ പുറത്താക്കിയതാണെന്ന് മനസ്സിലായി. എന്തിനാണെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് പോകായിരുന്നു. എമി ഒരു താളത്തിൽ പറഞ്ഞു നിർത്തി. ധന്യ അവളെ നോക്കി ഒന്ന് ഇളിച്ചു. പിന്നെ നടന്നതൊക്കെ വള്ളി പുള്ളി വിടാതെ എമിയോട് പറഞ്ഞു. ആ ബെസ്റ്റ്. ഈ 8 മണി കണ്ടതിനാണോ നീ ഇങ്ങനെ കിടന്ന് നിലവിളിച്ചത്? 6 മണിക്ക് എണീക്കുന്നതൊക്കെ നിന്റെ വീട്ടിൽ മതി. ഇവിടെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഉത്തമയായ മരുമകളാകാൻ വേണ്ടിയാണെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നും ഇവിടെ വേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. മമ്മി എണീറ്റിട്ട് പോലും ഉണ്ടാവില്ല. പിന്നെ നീ ഇത്ര രാവിലെ എണീറ്റ് ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്? എൻ്റെ മോളെ, ഇവിടെ എല്ലാവരും ഇങ്ങനെയൊക്കെയാ. നീ ഞങ്ങളുടെ റേഞ്ചിലേക്ക് എത്താൻ കുറച്ചധികം കഷ്ടപ്പെടും. അതും പറഞ്ഞ് എമി അവളെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. പോടി, നീ എന്നെ കളിയാക്കൊന്നും വേണ്ട. എനിക്കറിയോ ഇവിടെ ഇങ്ങനെയൊക്കെയാണെന്ന്. ധന്യയുടെ മുഖം പരിഭവത്താൽ വീർത്തു. നീ ആ മുഖം ഇങ്ങനെ വീർപ്പിക്കേണ്ട, പൊട്ടിപ്പോവും. പോയി ഫ്രഷായി വാ. നിന്നെ ഏട്ടൻ പുറത്താക്കിയത് നന്നായി. നിന്റെ ഡ്രസ്സും സാധനങ്ങളും ഒക്കെ മറ്റേ റൂമിലല്ലേ. എന്തായാലും മോള് പോയി ഫ്രഷായി വാ. ഏട്ടൻ്റെ റൂമിൽ കയറാനൊക്കെ നമുക്ക് വഴിയുണ്ടാക്കാം. ഞാൻ താഴെ കാണും. അതും പറഞ്ഞ് എമി പോയി. കുറച്ചു നേരം അവിടെ നിന്ന് ആലോചിച്ച് ധന്യയും ഫ്രഷാവാൻ പോയി. എമി താഴെ ചെല്ലുമ്പോൾ ഹാളിലുണ്ട് ജേക്കബും ആഷിയും. മോർണിംഗ് പപ്പ. സ്റ്റെപ്സ് ഇറങ്ങിക്കൊണ്ട് അവൾ ജേക്കബിനോട് വിളിച്ചു പറഞ്ഞു. ആ, ആരിത്? ഇന്ന് നേരത്തെ ആണല്ലോ, എന്നാ പറ്റി? ഒന്നുമില്ല പപ്പ, ചുമ്മാ, അവൾ ഒരു കണ്ണിറുക്കി പറഞ്ഞു. ഉവ്വേ, രാവിലെ ആരുടെ നെഞ്ചത്ത് കയറാനാണോ? ആഷി ആരോടെന്നില്ലാതെ പറഞ്ഞു. തൻ്റെ നെഞ്ചത്ത് തന്നെയാടോ കള്ളക്കോഴി, അവൾ അവൻ്റെ നേരെ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് പറഞ്ഞു. എന്താ ഇവിടെ? ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് അവിടേക്ക് വന്ന ദത്തൻ ചോദിച്ചു. ഈ ആഷിച്ചായൻ രാവിലെ തന്നെ എന്നോട് വെറുതെ വഴക്കിന് വരുവാ ദത്തേട്ടാ. എമി നൈസായിട്ട് ആഷിക്കിട്ട് പണിഞ്ഞു. എമി പറഞ്ഞത് കേട്ടതും ദത്തൻ ആഷിയെ ഒന്ന് നോക്കി. ഞാനൊന്നും ചെയ്തില്ല എന്ന പോലെ നിഷ്കുഭാവത്തിൽ നിൽക്കുവാണ് ആഷി. അവരുടെ സംസാരം നടന്നുകൊണ്ട് ഇരിക്കുമ്പോഴാണ് അവിടേക്ക് ജാനകിയമ്മ എല്ലാവർക്കുമുള്ള ചായ കൊണ്ടുവരുന്നത്. എല്ലാവരും ചായ എടുത്തു. ആഷി ചായ എടുക്കാനായി കൈ നീട്ടിയതും അപ്പുറത്തു നിന്നും മറ്റൊരു കൈ വന്ന് ആ ചായ എടുത്തിരുന്നു. ഏത് തെണ്ടിയാണടാ എൻ്റെ ചായ എടുത്തതെന്നും പറഞ്ഞ് തിരിഞ്ഞ ആഷി കാണുന്നത് ചായക്കപ്പ് ചുണ്ടോട് മുട്ടിക്കുന്ന സിദ്ധുവിനെയാണ്. ആ, ആരിത്? ഒരു തെണ്ടിയോ? അവനെ അവിടെ കണ്ട ആവേശത്തിൽ ആഷി ചോദിച്ചു. ഒരു തെണ്ടി നിന്റെ അപ്പനാടാ. അപ്പോൾ തന്നെ അതിനുള്ള മറുപടിയും സിദ്ധുവും പറഞ്ഞു. എന്നതാടാ മോനെ, വല്ലതും പറഞ്ഞായിരുന്നോ? ജേക്കബിൻ്റെ ആസ്ഥാനത്തുള്ള ഡയലോഗ് കേട്ടപ്പോൾ അയാൾ അവിടെ നിൽക്കുന്ന കാര്യം സിദ്ധു ഓർക്കുന്നത്. അവൻ അബദ്ധം പറ്റിയതുപോലെ നാവ് കടിച്ചു. അത് പിന്നെ പപ്പ, ഞാൻ പറയുമായിരുന്നു ഞങ്ങൾ 3 പേർക്കും കൂടി അപ്പനായിട്ട് പപ്പ മാത്രമല്ലേ ഉള്ളൂ എന്ന്. ആ, അതെന്താ 3 പേര്? അപ്പോൾ ഞാനോ? എന്നെ എന്താ തവിട് കൊടുത്ത് വാങ്ങിയതാണോ? എമി മുഖം വീർപ്പിച്ചു.
അത് നിനക്കിപ്പോഴാണോ എമിക്കുട്ടി മനസ്സിലായത്? സിദ്ധു അവളുടെ കവിളിലൊന്ന് വലിച്ചു വിട്ടുകൊണ്ട് പറഞ്ഞു. കൈ എടുക്കടാ, എല്ലാം കണക്കാ. അവൻ്റെ കൈ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് എമി അവനെ നോക്കി ചുണ്ടുകൂട്ടി. നീ ഈവനിങ് വരുമെന്നല്ലേ ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞത്? ദത്തൻ അവനെ ഒന്ന് ചൂഴ്ന്നു നോക്കിക്കൊണ്ട് ചോദിച്ചു. ആ, അങ്ങനെയാ ഞാനും കരുതിയിരുന്നത്. പക്ഷേ വന്നപ്പോൾ കുറച്ച് നേരത്തെ ആയിപ്പോയി, അവനൊരു ഇളിയോടെ പറഞ്ഞു. ദത്തൻ അതിനൊന്നും മൂളുക മാത്രം ചെയ്തു. എവിടെ മോനെ നിന്റെ ശ്രീമതി? ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ. സിദ്ധു ചുറ്റും നോക്കിക്കൊണ്ട് ദത്തനോട് ചോദിച്ചു. നിനക്ക് അവൻ്റെ ശ്രീമതിയെ മാത്രം കണ്ടാൽ മതിയോ? സിദ്ധുവിൻ്റെ ചോദ്യം കേട്ടുകൊണ്ട് അവിടേക്ക് വന്ന ആനി അവനോട് ചോദിച്ചു. അയ്യോ, മമ്മി ഇവിടെ ഉണ്ടായിരുന്നു, എന്നോടൊന്ന് പറയാറുന്നില്ലേടാ പുല്ലേ? അവൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് ആശയോട് ചോദിച്ചു. അതിന് നീ ചോദിച്ചോടാ പുല്ലേ, മമ്മി ഉണ്ടോ ഇല്ലയോ എന്ന്? അവനും അതുപോലെ തന്നെ മറുപടി കൊടുത്തു. നീ എവിടെയായിരുന്നു സിദ്ധു ഇതുവരെ? ആനി കുറച്ചു കലിപ്പിൽ തന്നെ അവനോട് ചോദിച്ചുകൊണ്ട് അവനടുത്തേക്ക് നടന്നു. അത് പിന്നെ മമ്മി, ഞാൻ ഒന്ന് ഹിമാലയം വരെ. അവൻ തല ചൊറിഞ്ഞുകൊണ്ട് ആനിയുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. അട പാപി, നീ ഞങ്ങളെ കൂട്ടാതെ ഹിമാലയം വരെ പോയല്ലേടാ ചെറ്റേ? ആഷി അവനെ അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞു. സിദ്ധു ഇളിച്ചുകൊണ്ട് എന്തോ പറയാൻ തുടങ്ങുന്നതിന് മുന്നേ അവൻ്റെ ചെവിയിൽ ആനിയുടെ പിടി വീണിരുന്നു. മമ്മി, എൻ്റെ ചെവി. ഇനി നീ പറയാതെ എവിടെയെങ്കിലും പോകുമോ? ഇല്ല ഇല്ല, പോകൂല. നിന്റെ ഫോൺ എവിടെ? ആ, എന്നാ ഫോൺ പിടിവിട് മമ്മി. അവരുടെ ചോദ്യം വന്നത് അവൻ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് അവരുടെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ഇത് നിനക്ക് എന്തിനാടാ, പൂജിക്കാനാണോ? അവർ അവൻ്റെ ചെവി ഒന്നുകൂടി പിടിച്ചു തിരിച്ചുകൊണ്ട് ചോദിച്ചു. അയ്യോ അല്ലേ. സിദ്ധു കാറി പൊളിക്കാൻ തുടങ്ങി. അത് കണ്ട് ബാക്കിയുള്ളവർ വാ പൊത്തിച്ചിരിക്കാനും. ആഷിയാണേൽ അവിടെയുള്ള സോഫയിൽ ഇരുന്നും കിടന്നുമൊക്കെ ചിരിക്കുന്നുണ്ട്. ദത്തൻ്റെ ചുണ്ടിലുമുണ്ട് ചിരി. സിദ്ധു എല്ലാത്തിനെയും നോക്കി പല്ല് കടിച്ചു. എന്നെ ആരെങ്കിലും വന്നൊന്ന് രക്ഷിക്കടാ, അവൻ അവരെ നോക്കി വിളിച്ചു പോയി. ഇനി നീ വിളിച്ച ഫോൺ എടുക്കാതെ ഇരിക്കുവോ? ആനി അവനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചു. അയ്യോ ഇല്ലേ, ഇനി ആരുടെ കോൾ എടുത്തില്ലേലും മമ്മിയുടെ കോൾ എടുത്തോളാമേ. അവൻ നിന്ന് തുള്ളാൻ തുടങ്ങി. അവനെ ഒന്നുകൂടി നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് ആനി അവൻ്റെ ചെവിയിൽ പിടിവിട്ടു. എൻ്റെ ചെവി. നോക്കി നിൽക്കാതെ പോയി ഐസ് എടുത്തോണ്ട് വാടി. അവൻ ചെവി ഒഴിഞ്ഞുകൊണ്ട് എമിയെ നോക്കി അലറി. വേണമെങ്കിൽ പോയി എടുക്കടാ ഒരു തണ്ടി. അവൾ അവനെ നന്നായി തന്നെ പുച്ഛിച്ചു വിട്ടു. അപ്പോഴേക്കും ആഷിയുടെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം അവിടെ മുഴങ്ങി. ഛേ, ഈ നേരത്ത് ഇതാരാ? മനുഷ്യനെ ഒന്ന് മര്യാദയ്ക്ക് ചിരിച്ചു തീർക്കാനും സമ്മതിക്കില്ല കുന്ത. അവൻ സിദ്ധുവിനെ നോക്കി ആക്കി പറഞ്ഞുകൊണ്ട് ഫോൺ പോക്കറ്റിൽ നിന്നും എടുത്ത് ചെവിയോട് ചേർത്തു.